Hi dear friends, എല്ലാവർക്കും Prepscale പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇതുവരെ കാർബോഹൈഡ്രേറ്റ്സിന്റെ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കേ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് വെച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. നോക്കിക്കേ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the complete process of glycolysis occurs exclusively in which part of the eukaryotic cell? എന്താ പറഞ്ഞത്? The complete process of glycolysis occurs exclusively in which part of the eukaryotic cell എന്നാണ് പറഞ്ഞത്. എവിടെയാണ് ഗ്ലൈക്കോളിറ്റിക് പാത്വേ നടക്കുന്നത്? നമ്മൾ ഓൾറെഡി ഗ്ലൈക്കോളിറ്റിക് പാത്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് ലൈസിസ് ഓഫ് ഗ്ലൂക്കോസ് ആണ് അല്ലെ, ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ നടന്നുകൊണ്ട് 2 molecules, 1 molecule of glucose break down into 2 molecules of pyruvate എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ പാത്വേ, ദാറ്റ് ഈസ് ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഗ്ലൈക്കോളിറ്റിക് പാത്വേ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നടക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഇത് ഇങ്ങനെ എക്സ്ക്ലൂസീവ്ലി ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി യൂക്കാരിയോട്ടിക് സെൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് സെല്ലിൽ ചോദിച്ചാലും നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഗ്ലൈക്കോളിറ്റിക് പാത്വേ എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ദാറ്റ് ഈസ്, നിങ്ങൾക്ക് അറിയാം, ഓപ്ഷൻസ് നോക്കാം. മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ആണോ? അല്ല. സൈറ്റോസോൾ ആണോ? അവിടെ നിൽക്കട്ടെ അല്ലെ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണോ? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണോ? അല്ല. നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണ്? സൈറ്റോസോളിലെ സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് സൈറ്റോസോൾ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഈ ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള ആ ഒരു ഏരിയയിലാണ് നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ദ ഗ്ലൈക്കോളിറ്റിക് പാത്വേ, അതിനെ എന്തെന്ന് കൂടെ പറയാം? EMP പാത്വേ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എംഡൻ, മെയർഹോഫ് ആൻഡ് പാർനാസ് പാത്വേ എന്ന് പറയുന്ന ഒരു പാത്വേ ആയിട്ടാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് എന്ന് പറയുന്നതിന്റെ ആൻസർ വേറെയാണ് വരുന്നത് അല്ലെ. അതിന്റെ ക്വസ്റ്റ്യൻ തന്നെ വേറെയാണ്, നമുക്കറിയാം. അതിലേക്ക് നമ്മൾ വരുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഗ്ലൈക്കോളിറ്റിക് പാത്വേ എവിടെയാണ് നടക്കുന്നത്? സൈറ്റോസോളിലാണ് നടക്കുന്നത്. ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആണ്. ദെൻ അടുത്തത്, ഇനി നമ്മൾ മെല്ലെ മെല്ലെ കയറി പോവാ കേട്ടോ. നോക്ക്, അടുത്ത ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്ന് നോക്കിയിരുന്നോ. ആൻസർ ബി ആണ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് അനീറോബിക് പ്രോസസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അനീറോബിക് പ്രോസസ് അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അനീറോബിക് പ്രോസസ് ആണ്. അത് എപ്പോഴും അനീറോബിക് കണ്ടീഷനിൽ മാത്രമേ നടക്കൂ എന്ന ഒരു അർത്ഥമില്ല. രണ്ട് കണ്ടീഷനിലും, എയ്റോബിക് ആയാലും അനോറോബിക് ആയാലും രണ്ട് കണ്ടീഷനിലും നടക്കും. എയ്റോബിക്കും അനോറോബിക്കും എന്താ വ്യത്യാസം എന്നുള്ളത് അറിയാലോ. ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജനും വിത്തൗട്ട് ഓക്സിജൻ പ്രസൻസ് വരുന്നതാണ്. ഓക്സിജൻ ഇല്ലാതെയും വിത്തൗട്ട് ഓക്സിജനും എന്ത് നടക്കാം? നമ്മുടെ ഗ്ലൈക്കോളിറ്റിക് പാത്വേ നടക്കാം എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അനേറോബിക് പ്രോസസ്സിലൂടെ അല്ലെ, അപ്പോൾ അനേറോബിക് പ്രോസസ്സിലൂടെ എന്ന് പറയുമ്പോൾ അവിടെ ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ എന്ന് വേണം മനസ്സിലാക്കാൻ. ദാറ്റ് ഒക്കേഴ്സ് എൻറ്റയർലി ഇൻ ദ സൈറ്റോസോൾ. സൈറ്റോസോളിലാണ് നടക്കുന്നത്, സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ആ ഒരു സെല്ലിന്റെ ലിക്വിഡ് പോർഷൻ എന്ന് പറയുന്നതാണ് സൈറ്റോപ്ലാസം എന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസിന് എന്തായിട്ടാണ്, അവിടെ എന്താണ് ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ നടന്നു കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പൈറുവേറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ നടന്നുകൊണ്ട് കിട്ടുന്നത് എന്താണ്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ 6 കാർബൺ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ നടന്നുകൊണ്ട് 2 molecules of 3 കാർബൺ കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു പാത്വേ ആണ് ഗ്ലൈക്കോളിറ്റിക് പാത്വേ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ സൈറ്റോസോളിലാണ്. അതാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വൈസ് പറയാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ്, what is the net yield of ATP molecules produced directly by substrate level phosphorylation per single molecule of glucose oxidized to pyruvate? എന്താ ഇവിടെ പറഞ്ഞത്? നെറ്റ് yield ഓഫ് ATP മോളിക്യൂൾസ് എത്ര എന്നാണ് ചോദിച്ചത്. നെറ്റ് yield ആണ് ചോദിച്ചത്. നെറ്റ് yield എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കപ്പെട്ട ATP എന്നോ യൂട്ടിലൈസ് ചെയ്ത ATP എന്നോ ഒന്നും അവിടെ എടുത്തു പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ഈ ഗ്ലൈക്കോളിറ്റിക് പാത്വേയിലെ net yield of ATP molecules produced directly by substrate level phosphorylation per single molecule of glucose oxidized to pyruvate എന്ന് പറയുന്നത്, ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്, 1 molecule of glucose പൈറുവേറ്റ് ആയിട്ട്, 1 molecule of ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ഇവിടെ എത്ര മോളിക്യൂളാണ് ATP നെറ്റ് ആണ് ചോദിക്കുന്നത്. നെറ്റ് ഗെയിൻ ഓഫ് ATP ആണ്, നെറ്റ് ഗെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നെറ്റ് ഗെയിൻ എത്ര എന്നാണ്, ATPയുടെ നെറ്റ് ഗെയിൻ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ നമുക്കറിയാം കൃത്യമായിട്ട് 2 molecules of ATP ആണ് അവിടെ എന്ത് ചെയ്യുന്നത്?
നെറ്റ് ഗെയിൻ എന്ന് പറയുന്നിടത്ത് 2 molecules of ATP ആണ് വരുന്നത്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് പച്ചവെള്ളമാരി പഠിച്ചാണ് എന്താണ് അവിടെ വരുന്നത്. 2 molecules of ATP എങ്ങനെയാണ് അത് വരുന്നത് ചോദിച്ചാലോ നമുക്കറിയാം ഗ്ലൈക്കോളിറ്റിക് പാത്വേ എന്ന് പറയുന്നതിൽ 2 ഫേസ് ഉണ്ട്. ഒന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഫേസ്, എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസും, മറ്റൊന്ന് പേ ഓഫ് ഫേസ്, എനർജി പേ ഓഫ് ഫേസുമാണ്. ഇൻവെസ്റ്റ്മെന്റ് ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ ATP മോളിക്യൂൾസിനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നതാണ്, യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഫേസ് ആണ്. അപ്പോൾ ഗ്ലൈക്കോളിറ്റിക് പാത്വേയിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേസിൽ വരുന്നതാണ്. വിത്ത് ATP യൂട്ടിലൈസേഷൻ ആണ് അവിടെ വരുന്നത്. അവിടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേസിൽ എത്ര മോളിക്യൂൾ ഓഫ് ATP നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ പാത്വേയിൽ ത്രൂ ഔട്ട് പറയാത്തത് കേട്ടോ. അപ്പൊ 2 ATP മോളിക്യൂൾസ് ആണ് നമ്മൾ അവിടെ 2 ATP മോളിക്യൂൾസ് ആണ് അവിടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേസിൽ യൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാവുന്നത് യൂസ് ചെയ്യുന്നത് അവിടെ യൂസേജ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ATP എന്ന് പറയുന്നത് 2 molecules of ATP ആണ്. ഫോം ചെയ്യുന്ന ATP എന്ന് പറയുന്നത് 4 ATP മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അത് ഏതിലാണ്? പേ ഓഫ് ഫേസിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. പേ ഓഫ് ഫേസിലാണ് എന്ത് 4 ATP മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നെറ്റ് ഗെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മൊത്തം ചെലവാക്കിയതും അതിൽ മൊത്തം ഉണ്ടായതും ഇത് തമ്മിലൊരു റിലേഷൻ അവിടെ കൊണ്ടുവരണം അല്ലെ. അപ്പൊ മൊത്തം ഉണ്ടായത് എന്ന് പറയുന്നത് 4 ATP മോളിക്യൂൾസ്, മൊത്തം ഫോം ചെയ്തത് 4 ATP മോളിക്യൂൾസ് ആണ്. അതിൽ നിന്ന് 2 ATP മോളിക്യൂൾസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് എന്ത് നെറ്റ് ഗെയിൻ ഓഫ് ATP എന്ന് പറയുന്നത്. ATP ആസ് സച്ച് ആണ് പറയുന്നത്. വേറെ NADH ഫോം ചെയ്യുന്നതുണ്ട്. അത് ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ പോയിക്കൊണ്ട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിലൂടെയാണ് ATP ആയിട്ട് മാറ്റപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റിലെ പ്രസന്റ് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ADP ഈസ് കൺവേർട്ടഡ് ടു ATP എന്ന ഒരു തരത്തിലാവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലാണ് ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻ നടക്കുന്നത്. എങ്ങനെയാ പറഞ്ഞ്? സബ്സ്ട്രേറ്റിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ വരിക? ഇപ്പോ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഈനോൾ പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവേറ്റ് ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്, പെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. അവിടെ എന്താ? ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് പോയി അല്ലെ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കളയുകയാണ് ചെയ്തത്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർക്കാണ് കൊടുത്തത്? ഇവിടെ ATP ആയിട്ട് മാറ്റപ്പെടുന്നുണ്ട്. ഇവിടെ ഇതിൽ നിന്ന് പോകുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADPക്കാണ് കൊടുക്കുന്നത്. ADP അതിനെ യൂസ് ചെയ്തുകൊണ്ട് ATP മോളിക്യൂളിന്റെ ഫോർമേഷൻ ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്നത് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയി മാറുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് ഗ്ലൈക്കോളിറ്റിക് പാത്വേയില്. 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാർബണിലും തേർഡ് കാർബണിലും 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് അല്ലെ. ഇതൊരു സ്റ്റെപ്പാണ്. അതേപോലെ മറ്റൊരു സ്റ്റെപ്പ് 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നത് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെയും എന്താണ്? 3-ഫോസ്ഫോഗ്ലിസറേറ്റ് തേർഡ് കാർബണിലുള്ള ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്തില്ല. ഫസ്റ്റ് കാർബണിലുള്ള ഫോസ്ഫേറ്റിനെ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു അല്ലെ. റിമൂവ് ചെയ്ത് ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആർക്കാ കൊടുത്തത്? ഇവിടെയും ADP ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ യൂസ് ചെയ്തുകൊണ്ട് ഇത് എന്തായിട്ട് മാറുന്നു? ATP ആയിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അവിടെയും ഒരു ATP മോളിക്യൂളിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇത് 2 molecules ഓഫ് ഇതാണ് നടക്കുന്നത്. 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ 2 molecules ഓഫ് 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ആണ് ഫോം ചെയ്യുക അല്ലെ. സാധാരണഗതിയിൽ നമ്മൾ ഗ്ലൂക്കോസ് 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അതാണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്, ദെൻ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്, ദെൻ ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ്, ദെൻ എന്താണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ 2 molecules ഓഫ് 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ ഉടനീളം അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോ പിന്നെയുള്ളതൊക്കെ 2 molecules അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 molecules നടക്കുമ്പോൾ ഇവിടെ 2 ATP മോളിക്യൂൾസിന്റെ ഫോർമേഷൻ നടക്കില്ലേ? 2 ATP മോളിക്യൂൾസ് അല്ലേ ഫോം ചെയ്യുക. ഇവിടെയാണെങ്കിലും 2 ATP മോളിക്യൂൾസ് അല്ലേ ഫോം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മൊത്തം എത്രയായി? 4 ATP മോളിക്യൂൾ ഫോം ചെയ്തു. നേരത്തെ എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസിലെ എത്ര ATP യൂസ് ചെയ്തു എന്നാ പറഞ്ഞേ? ഗ്ലൂക്കോസ്
ഫോസ്ഫോറിലേറ്റഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പിലെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അവിടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറിയത്. പിന്നീട് അത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി ഐസോമറൈസേഷൻ നടക്കുന്നുണ്ട്. ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലെ 6 കാർബൺ പൊസിഷനിൽ കൂടാതെ ഫസ്റ്റ് കാർബൺ പൊസിഷനിലും കൂടെ ഫ്രക്ടോസിന്റെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് അടുത്തൊരു സ്റ്റേജില്. അപ്പോ അവിടെ എന്താ നടക്കുന്നത്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് with the addition of another phosphate group. ഇവിടെയൊക്കെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആരെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ATP ആണ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ ATP യൂട്ടിലൈസേഷൻ വരുമ്പോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇങ്ങനെ യൂട്ടിലൈസേഷൻ വരുമ്പോ അത് ഇൻവെസ്റ്റ്മെന്റ് ഫേസിലാണ്. 2 ഫേസിലെ ATP മോളിക്യൂളിനെ യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആസ് എ റിസൾട്ട് അവിടെ 2 ATP മോളിക്യൂൾ യൂസ് ചെയ്തു. ഇവിടെ 4 ATP മോളിക്യൂള് നമ്മുടെ പേ ഓഫ് ഫേസിൽ ഫോം ചെയ്തു. അത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ATP മോളിക്യൂളാണ്. എളുപ്പമല്ലേ? കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പമാണ് അല്ലെ. 2 ATP മോളിക്യൂൾ എങ്ങനെ എന്നത് പഠിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഇത് എളുപ്പമാണ് 2 ATP. പക്ഷെ പിന്നീട് നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെയായിരുന്നു 2 ATP 4 ATP ഇവിടെ ഫോം ചെയ്തു, അവിടെ 2 യൂസ് അല്ലേ? അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പോയിന്റ് വൈസ് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം? സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ്, എവിടെയാണ് ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്നത്, എവിടെയാണ് ആ ADP ആ ഫോസ്ഫേറ്റിനെ യൂട്ടിലൈസ് ചെയ്ത് ATP ഫോർമേഷൻ നടക്കുന്നുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻസർ B ആണ് വരുന്നത് കേട്ടോ. ഗ്ലൈക്കോളിസിസിലെ 2 ATP മോളിക്യൂള് ഇൻവെസ്റ്റ്മെന്റ് ഫേസിൽ യൂസ് ചെയ്യപ്പെട്ടു അല്ലെ. ദെൻ 4 ATP മോളിക്യൂൾസ് പേ ഓഫ് ഫേസിൽ ഫോം ചെയ്തു. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. എന്തുകൊണ്ടാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റിൽ തന്നെ പ്രസന്റ് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയാണ് യൂസ്ഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ATP എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഫോസ്ഫോറിലേഷൻ ഓഫ് ADPക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് സബ്സ്ട്രേറ്റ് ലെവലിൽ തന്നെ നടക്കുന്നതുകൊണ്ട് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്നൊരു ടേം അവിടെ വന്നത് എന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കുക. ടോട്ടൽ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 2 ATP മോളിക്യൂൾസ് ആണ്. ക്ലിയർ ആയോ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? Where does the Krebs cycle primarily takes place in eukaryotic cells? യൂക്കാരിയോട്ടിക് സെൽസിലെ എവിടെയാണ് നമ്മുടെ Krebs cycle നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Where does the Krebs cycle primarily takes place in eukaryotic cells എന്നാണ് ചോദിച്ചത്. യൂക്കാരിയോട്ടിക് സെൽസിൽ എവിടെയാണ് നടക്കുന്നത്? നമ്മൾ Krebs cycle എന്ന് പറയുന്നത് നിരവധി തവണ Krebs cycle പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് അല്ലേ? മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് എന്ത് നടക്കുന്നത്? Krebs cycle നടക്കുന്നത്. whereas glycolytic pathway സൈറ്റോസോളിലാണ്. മാറിപ്പോകരുത്, മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ്. ഇവിടെ ആൻസർ എന്താ വരുന്നത്? മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് that is present in the Krebs cycle എന്ന് പറയുന്നത് TCA സൈക്കിളിൽ ആവശ്യമായിട്ടുള്ള majority of the enzymes are present in the mitochondrial matrix itself except one enzyme. Which is that enzyme? ഏത് enzyme ആണ് mitochondrial matrixൽ അല്ലാതെ present ആയിരിക്കുന്നത്? That enzyme is called as succinate dehydrogenase അല്ലെ. SDH എന്ന് പറയുന്ന enzyme ആണത്. ഈ SDH എൻസൈം എവിടെയാ പ്രസന്റ് ആയിട്ടുള്ളത്? മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെ? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് എന്ത് SDH പ്രസന്റ് ആയിട്ടുള്ളത്. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് എന്ത് നമ്മുടെ Krebs cycleന്റെ മോസ്റ്റ് ഓഫ് ദി എൻസൈംസ് റെസ്പോൺസിബിൾ ഫോർ Krebs cycle ഫോർ ദി എന്താണ് കാറ്റലിസിസ് ഓഫ് Krebs cycle, കാറ്റലിസിസ് ഓഫ് റിയാക്ഷൻസ് ഓഫ് Krebs cycle എന്ന് പറയുന്നത് പ്രസന്റ് ആയിരിക്കുന്നത് എവിടെ എന്നാണ് പറഞ്ഞ്? മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ്. അതുകൊണ്ടാണ് Krebs cycle എവിടെ നടക്കുന്നത്? മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിൽ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു എൻസൈം ഒഴികെ ആണ് ബാക്കി എല്ലാ എൻസൈമാണ് മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലുള്ളത്. ആ എൻസൈം ഒഴിവായ ഒരു എൻസൈം ഏതാ? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അത് Krebs cycleന്റെ പാത്വേയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് പ്രസന്റ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ സൈറ്റോസോൾ എന്ന് പറയുന്നത് റോങ് ആയ ഓപ്ഷൻ ആണ്. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് മാത്രമേ അവിടെ പ്രസന്റ് ആയിട്ടുള്ളൂ. അവിടെയൊന്നുമല്ല നടക്കുന്നത്. മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് എല്ലാ എൻസൈംസും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് Krebs cycle നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. Krebs cycle എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ എന്നൊക്കെ ഇതിനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, അതാണ് TCAയുടെ ഫുൾ ഫോം. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഇസ് എ സെൻട്രൽ പാത്വേ ഫോർ എയ്റോബിക് റെസ്പിറേഷൻ അല്ലെ.
ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ് ഗ്ലൂക്കോസിന്റെ ആ ഒരു എന്താണ് ഫൈനലി ഫോം ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്ന പൈറുവേറ്റ് എന്തിലേക്ക് എൻറ്റേർഡ് ആവുന്നുള്ളൂ? ക്രെബ്സ് സൈക്കിളിലേക്ക്. ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ മാത്രമാണ് ഇത് നടക്കുന്നുള്ളൂ അല്ലെ. അപ്പോൾ എയ്റോബിക് റെസ്പിറേഷന്റെ ടൈമിലാണ് ഇതിൽ ഫോം ചെയ്ത പൈറുവേറ്റ് ക്രെബ്സ് സൈക്കിളിൽ എൻറ്റേർഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്രെബ്സ് സൈക്കിളിന്റെ all its enzymes except one which is the present in the inner membrane of the mitochondria are soluble and located in the mitochondrial matrix എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? Then അടുത്തത് fourth question. Acetyl coenzyme A enters the Krebs cycle by condensing with which 4-carbon molecule? Acetyl coenzyme A എന്ന് പറയുന്നത് ക്രെബ്സ് സൈക്കിളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അത് ഏത് 4-carbon മോളിക്യൂളുമായിട്ടാണ് കണ്ടൻസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് അവിടെ പറയുന്നത്. അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് ദിസ് ഇസ് എ 2-carbon കോമ്പൗണ്ട് അല്ലേ? 2-carbon കോമ്പൗണ്ട് അല്ലേ? നമുക്കറിയാവുന്നതല്ലേ 2-carbon കോമ്പൗണ്ട് അല്ലേ? ഏത് 4-carbon കോമ്പൗണ്ടുമായിട്ട് കണ്ടൻസ് ചെയ്തുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് എന്നാ പറയുന്നത്? ക്രെബ്സ് സൈക്കിളിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോ അസറ്റൈൽ കോഎൻസൈം എ ഏത് 4-carbon മോളിക്യൂളുമായിട്ടായിരിക്കും കമ്പൈൻ ചെയ്യുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്രെബ്സ് സൈക്കിൾ അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ഒരു എന്താണ് നമ്മുടെ ആസിഡിലാണ് അല്ലെ. തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു ആസിഡിലാണ്. എന്താണത്? ഓക്സാലോ അസറ്റിക് ആസിഡ്, OAA എന്ന് പറയുന്ന ഓക്സാലോ അസറ്റിക് ആസിഡിലാണ് ക്രെബ്സ് സൈക്കിൾ സ്റ്റാർട്ടിങ്ങും അതേപോലെ തന്നെ എൻഡിങ്ങും രണ്ടും എന്തിലാണ്? ഈ ഒരു ആസിഡിലാണ് അല്ലെ. ഓക്സാലോ അസറ്റേറ്റിലല്ലേ സ്റ്റാർട്ടിങ്ങും അതേപോലെ തന്നെ എൻഡിങ്ങും രണ്ടും നടക്കുന്നത് ഈ ഓക്സാലോ അസറ്റേറ്റിലാണ്. അപ്പൊ ഈ 2-carbon കോമ്പൗണ്ട് പ്ലസ് 2-carbon കോമ്പൗണ്ട് ആയിട്ടുള്ള അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്? ഒരു 6-carbon കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സിട്രിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അസറ്റൈൽ കോഎൻസൈം എ enters the Krebs cycle by condensing with which 4-carbon molecule എന്ന് ചോദിച്ചാൽ 4-carbon മോളിക്യൂൾ ഓക്സാലോ അസറ്റേറ്റ് ആണ്. അത് 2-carbon കോമ്പൗണ്ട് ആയിട്ടുള്ള അസറ്റൈൽ കോഎൻസൈം എയുമായിട്ട് കമ്പൈൻഡ് ആകുമ്പോൾ 6-carbon കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ് ആണ് അവിടെ ലഭ്യമാവുന്നത്. നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ് അല്ലെ. അതാണ് ഓപ്ഷൻ ഏത് വന്നത്? നമ്മുടെ ഓക്സാലോ അസറ്റേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ. ദെൻ അടുത്തത് 5th question. The majority of the energy released from the oxidation of acetyl coenzyme A during Krebs cycle is initially conserved in which reduced coenzyme? എന്താ ഇവിടെ പറഞ്ഞ്? Majority of the energy released from the oxidation of acetyl coenzyme A. അസറ്റൈൽ കോഎൻസൈം എയുടെ ഓക്സിഡേഷൻ ആണ് ഇങ്ങനെ നടക്കുന്നത് അല്ലെ. ത്രൂ ക്രെബ്സ് സൈക്കിൾ, ഡ്യൂറിംഗ് ക്രെബ്സ് സൈക്കിളിലെ ഈ അസറ്റൈൽ കോഎൻസൈം എ ആണ് ഓക്സാലോ അസറ്റേറ്റുമായി ചേർന്ന് സിട്രിക് ആസിഡിന്റെ ഫോർമേഷൻ നടന്ന പിന്നെ ആ സൈക്കിൾ അങ്ങനെ റൺ ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇവിടെ ഏത് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ഏതിലാണ് കൺസർവ് ചെയ്തിട്ടുള്ളത്? ഏത് കോഎൻസൈമിലാണ് കൺസർവ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അതിനെ ഏത് റെഡ്യൂസ്ഡ് കോഎൻസൈമിലാണ് കൺസർവ് ചെയ്തിട്ടുള്ളത്? നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? പൈറുവേറ്റ് എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിറ്റിക് പാത്വേയിലൂടെ പൈറുവേറ്റ് ആയി. ഈ പൈറുവേറ്റിന് എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുകയാണ്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിലൂടെ അത് അസറ്റൈൽ കോഎൻസൈം എ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഈ അസറ്റൈൽ കോഎൻസൈം എ ആണ് ഏതിലേക്ക്? ക്രെബ്സ് സൈക്കിളിലേക്ക് എൻറ്റേർഡ് ആവുന്നത്. അപ്പൊ ഈ ക്രെബ്സ് സൈക്കിളിലേക്ക് എൻറ്റേർഡ് ആവുന്നത് ഇവിടെ ഇത് ആദ്യം തുടക്കം തന്നെ ഒരു ഓക്സാലോ അസറ്റേറ്റ് എന്ന് പറയുന്ന ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് 6-carbon കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുക അല്ലെ. 6-carbon കോമ്പൗണ്ട് ആണ്. ഇങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് ക്രെബ്സ് സൈക്കിൾ നടക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അസറ്റൈൽ കോഎൻസൈം എ അല്ലേ ക്രെബ്സ് സൈക്കിളിൽ എൻറ്റേർഡ് ആവുന്നത്. എന്നിട്ട് അതല്ലേ പിന്നീട് ആ ഒരു എനർജി റിലീസ് ചെയ്യുന്നതിന് കാരണമാവുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എനർജി റിലീസ് ചെയ്യുന്നത് അത് ഏത് കോഎൻസൈമിലാണ് കൺസർവ് ചെയ്തിട്ടുള്ളത്? അസറ്റൈൽ കോഎൻസൈം എ വെൻ entered into the Krebs cycle releases energy. ആ എനർജി
ഏതിലാണ് കൺസേർവ് ചെയ്തിട്ടുള്ളത്, ഏത് റെഡ്യൂസ്ഡ് കോഎൻസൈമിലാണ് കൺസേർവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എന്തായിരുന്നു റെഡ്യൂസ്ഡ് ആവുന്നത്? NAD ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ടു NADH അല്ലേ ആവുന്നത്. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിലൂടെ അല്ലേ അവിടെ എന്താ നടക്കുന്നത്? NADH-ലാണ് കൂടുതലായിട്ടും കൺസേർവ് ചെയ്യുന്നത്. ക്രെബ്സ് സൈക്കിളിലുടനീളം ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലൂടെ അസറ്റൈൽ കോഎൻസൈം A ഫോം ചെയ്തു. ഈ അസറ്റൈൽ കോഎൻസൈം A എൻറ്റേർഡ് ആയി കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് ATP ഫോർമേഷനിലൂടെയും NADH-ന്റെ ഫോർമേഷനിലൂടെയും FADH2-ന്റെ ഫോർമേഷനിലൂടെയും ഒക്കെയാണ് നടക്കുന്നത്. പക്ഷെ കൂടുതലായിട്ട് നടക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ATP ഫോർമേഷനിലൂടെയാണോ? അല്ല. NADH-ന്റെ ഫോർമേഷനിലൂടെയാണോ? അതാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. FADH2 ആകെ ഒരൊറ്റ പൊസിഷനിലേ ഫോം ചെയ്യുന്നുള്ളൂ അല്ലെ. അത് നമുക്കറിയാം. സക്സിനേറ്റ് ടു ഫ്യൂമാറേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ മാത്രമാണ് FADH2 ഫോർമേഷൻ നടക്കുന്നുള്ളൂ. ക്രെബ്സ് സൈക്കിളില് സക്സിനേറ്റ് ടു ഫ്യൂമാറേറ്റ് എന്ന് പറയുന്ന ഒരു കൺവേർഷൻ ഉണ്ട്. സക്സിനിക് ആസിഡ് ടു ഫ്യൂമാരിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കൺവേർഷൻ. അവിടെയാണ് FADH2 ഫോം ചെയ്യുന്നത് അല്ലെ. ബാക്കിയുള്ള 3 സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിട്രിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ഐസോസിട്രിക് ആസിഡ്, ദെൻ ദിസ് ഐസോസിട്രിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ആൽഫ കീറ്റോഗ്ലൂട്ടറിക് ആസിഡ്. ഇൻ ബിറ്റ്വീൻ അവിടെ ഒരു ഓക്സാലോ സക്സിനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് കൂടെ പ്രസന്റ് ആയിട്ടുണ്ട്. ആ ഒരു റിയാക്ഷനും ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ NADH ആണ് റെഡ്യൂസ്ഡ് ആവുന്നത്, NADH ആയിട്ട്. ദെൻ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൈൽ കോഎൻസൈം A ആയിട്ട് മാറുന്നുണ്ട്. അവിടെയും NADH ആണ് ഫോം ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ വരുന്ന ഈ ഒരു റിയാക്ഷനിൽ അല്ലെ പിന്നെയും അല്ലെ ഈ ഒരു റിയാക്ഷനിൽ എന്താണ്? സിട്രിക് ആസിഡ് ഐസോസിട്രിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. ഐസോസിട്രിക് ആസിഡ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് പിന്നീട് സക്സിനൈൽ കോഎൻസൈം A ആയിട്ടാണ് മാറുന്നത്. ഇതാണ് പിന്നീട് എന്തായിട്ട്? സക്സിനേറ്റ് ആയിട്ട് മാറുന്നത്. സക്സിനേറ്റ് പിന്നീട് ഫ്യൂമാറേറ്റ് ആയിട്ടാണ് മാറുന്നത്. ഫ്യൂമാറേറ്റ് പിന്നീട് മാലിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. മാലേറ്റ് പിന്നീട് ഓക്സാലോ അസറ്റേറ്റ് ആയിട്ടാണ് മാറുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നമ്മുടെ അസറ്റൈൽ കോഎൻസൈം A കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് എന്ത് ഇവിടെ നിന്ന് സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത് അല്ലെ. ഇൻ ബിറ്റ്വീൻ ഇവിടെ ഓക്സാലോ സക്സിനിക് ആസിഡ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്, ഐസോസിട്രേറ്റ് ടു ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ്. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ NADH ഫോർമേഷൻ നടക്കുന്നു. ഈ ഒരു സ്റ്റേജിലും NADH ഫോർമേഷൻ നടക്കുന്നു. പിന്നെയും ഒരു ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നുണ്ട്. മാലേറ്റ് ടു ഓക്സാലോ അസറ്റേറ്റ് ആവുന്ന സമയത്ത് ഇവിടെയും ഒരു NADH ഫോർമേഷൻ നടക്കും. അപ്പൊ മോസ്റ്റ് ഓഫ് ദി എനർജി റിലീസ്ഡ് ബൈ ദി കംപ്ലീറ്റ് ആയിട്ടുള്ള ആ അസറ്റൈൽ കോഎൻസൈം Aയുടെ കൺവേർഷനില് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കൺവേർഷനില് എന്താണ് എനർജി റിലീസ് ചെയ്യുന്നത്? മൊത്തമായിട്ടും കൺസർവ് ചെയ്യുന്നത് ഏത് റെഡ്യൂസ്ഡ് കോഎൻസൈമിലാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഏതിലാണ്? NADH-ലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ NADH, ഇവിടെ NADH, ഇവിടെ NADH ആണ് ഫോം ചെയ്തത്. ആകെ കൂടെ സക്സിനേറ്റ് ടു ഫ്യൂമാറേറ്റ് എന്ന് പറയുന്നിടത്ത് ഇവിടെ മാത്രമാണ് ഒരു FADH2 ഫോം ചെയ്തിട്ടുള്ളൂ എന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡിയാണോ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു NADH എന്ന് പറയുന്ന ആൻസർ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, റെഡിയാണോ? അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓരോ ടേണിലും ക്രെബ്സ് സൈക്കിളിന്റെ ഓരോ ടേണിലും 3 molecules ഓഫ് NADH ആണ് ഫോം ചെയ്യുന്നത്. 1 molecule ഓഫ് FADH2 അല്ലെ. ഓരോ ടേണിലും എങ്ങനെയാ 3 molecules ഓഫ് NADH, 1 molecule ഓഫ് FADH2 ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. NADH പ്രൊഡ്യൂസ്ഡ് ഇൻ 3 steps, making it the most abundant reduced coenzyme used to fuel the electron transport chain and produce the major part of ATP. പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇതിൽ നിന്നാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ 3 NADH പിന്നീട് ഈ NADH ആണ് എന്തായിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ പാസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിലൂടെ ATP സിന്തസിസ് നടത്തുന്നത്. ത്രൂ ആ പ്രോസസ്സിന് എന്താ വിളിക്കുക? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അതാണ് അവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ അടുത്തത് എന്താ? 6th question. The enzyme responsible for forming the linear alpha 1,4 glycosidic bonds during the synthesis of glycogen is. എന്താ പറഞ്ഞ? ഏതാണ് ബോണ്ട്? നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. ഏതാണ് ബോണ്ട്? ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് അല്ലെ. ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. ബോണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണം അല്ലെ എന്താണത്. നമ്മൾ എന്താ പഠിച്ചത്? എൻസൈം റെസ്പോൺസിബിൾ ഫോർ forming linear alpha 1,4 glycosidic bonds during the synthesis of glycogen എന്നാണ് പറഞ്ഞത്. ലീനിയർ ചെയിനിന്റെ ഫോർമേഷനിലാണ് എന്ത് വരുന്നത്? ലീനിയർ ചെയിനിന്റെ ഫോർമേഷനിലാണ് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വരുന്നത്.
അല്ലെ? ഗ്ലൈക്കോജന്റെ ആ ഒരു ഇത് നടക്കുന്ന സമയത്ത് ലീനിയർ ചെയിനിലാണ് അത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ലീനിയർ ചെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ് വരേണ്ടത്? ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആണ് അവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അല്ലെ? ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്. ലീനിയർ ചെയിൻ ഓഫ് ആ ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ബ്രാഞ്ചിങ് എൻസൈം ഈസ് ക്വൈറ്റ് ഡിഫറെന്റ്. ബ്രാഞ്ചിങ് എൻസൈം ഏതാണ് അവിടെ കൊണ്ടുവരുന്ന ബോണ്ട് ഏതാണ്? ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ബ്രാഞ്ചിങ് എൻസൈം ഇത് ഏതാണ്? ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഇതെപ്പോഴും ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് അറിഞ്ഞാൽ നമ്മളുടെ ആൻസർ തെറ്റില്ല. ഓക്കെ, ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഗ്ലൈക്കോജൻ സിന്തേസ് is the primary regulatory enzyme that builds long linear chains of glycogen by catalyzing the formation of alpha 1,4 glycosidic bonds. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട്സിലൂടെ ലീനിയർ ചെയിനിലെ ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആരാ? ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്. ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഈ പോളിമർ ആണ് ഇപ്പോൾ സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ലീനിയർ ചെയിനിലെ ഗ്ലൈക്കോജൻ സിന്തേസും ബ്രാഞ്ചിങ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിങ് എൻസൈം ആണ് അവിടെ വരുന്നത്. ബ്രാഞ്ചസ് ആഡ് ചെയ്യുമ്പോൾ ആൽഫ 1,6 ആണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് മറ്റ് എൻസൈം ആണ് അല്ലെ? എന്താണത്? ബ്രാഞ്ചിങ് എൻസൈം ആണ്. ആൽഫ 1,6 ഗ്ലൂക്കോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ആണ് അവിടെ എന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The branching enzyme introduces which specific type of glycosidic bond in the glycogen molecule? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് കണ്ടില്ലേ? നോക്ക്, നമ്മളിപ്പോ പറഞ്ഞോളൂ അല്ലെ, ഈ ബ്രാഞ്ചിങ് എൻസൈം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ബോണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എളുപ്പമല്ലേ ഇത്? അതേതാണ്? നമ്മുടെ ഇവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ബീറ്റയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ബീറ്റയൊന്നും അല്ല, ആൽഫ പൊസിഷൻ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൽഫ 1,4 ആണോ? ഈ 1,4 എന്ന് കണ്ടാൽ തന്നെ ലീനിയർ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ലീനിയർ ആയിട്ടാണ് ചെയിൻ വരുന്നത്. ആൽഫ 1,6 കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇതിലേക്ക് ചെല്ലണം. ആൽഫ 1,6 ആണ്. 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഫസ്റ്റ് കാർബണും 6th കാർബണും ആ ഒരു പൊസിഷനിലെ രണ്ട് 6th കാർബൺ ഓഫ് 1 ഗ്ലൂക്കോസ് റെസിഡ്യൂ ബോണ്ടഡ് വിത്ത് ഫസ്റ്റ് കാർബൺ ഓഫ് 1 ഗ്ലൂക്കോസ് റെസിഡ്യൂ. അങ്ങനെ വരുമ്പോഴാണ് ഒരു ബ്രാഞ്ച് അവിടെ ഫോം ചെയ്യുന്നത്. ലീനിയർ ചെയിനിൽ നിന്ന് ബ്രാഞ്ച് ഫോം ചെയ്യുന്ന ആ ബോണ്ട് ഏതാണ്? ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. നോക്കിക്കേ, ബ്രാഞ്ചിങ് എൻസൈം എന്ന് പറയുന്നത് ആൽഫ നമ്മുടെ 1,6 ഗ്ലൂക്കോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന അതിന് മറ്റൊരു പേര് എന്താണ്? അമൈലോ 1,4,1,6 ഗ്ലൂക്കോസ് ഓക്സിഡേസ് എന്ന് പറഞ്ഞ് ട്രാൻസ് ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുകയാണെങ്കിലും കറക്റ്റ് ആണ് കേട്ടോ. അമൈലോ 1,4,1,6 ട്രാൻസ് ഗ്ലൂക്കോസിഡേസ് അല്ലെങ്കിൽ ആൽഫ 1,6 ഗ്ലൂക്കോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞാലും റെഡിയാണ്. അപ്പോൾ ദിസ് ക്രിയേറ്റ്സ് ദ ബ്രാഞ്ച് പോയിന്റ്സ് ഇൻ ദ ഗ്ലൈക്കോജൻ സ്ട്രക്ചർ ബൈ ട്രാൻസ്ഫറിംഗ് എ സെഗ്മെന്റ് ഓഫ് ലീനിയർ ചെയിൻ ടു ഫോം ആൻ ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പൊ ബ്രാഞ്ച് ഫോം ചെയ്യുന്നത് ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ടിലാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സ് released from the breakdown of fat, that is triglycerides ആണ് ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ അല്ലെ? അതിന്റെ ക്വസ്റ്റ്യൻ മുഴുവിക്കാം. ഈസ് എ മേജർ സബ്സ്ട്രേറ്റ് ഫോർ ഗ്ലൂക്കോനിയോജെനിസിസ് ഇൻ ദ ലിവർ. നമ്മുടെ ലിവറിലെ ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത് നടക്കുമ്പോൾ അവിടെ ഒരു മേജർ സബ്സ്ട്രേറ്റ് ആയിട്ട് വരുന്നത് ഏത് ഫാറ്റിന്റെ ബ്രേക്ക് ഡൗണിൽ കിട്ടുന്ന ഒരു പ്രിക്കേഴ്സർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫാറ്റ് ട്രൈഗ്ലിസറൈഡ്സിന്റെ ബ്രേക്ക് ഡൗണിൽ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് അല്ലെ? ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ ഫാറ്റി ആസിഡ് അല്ലെ? എന്താണ് ഫാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്താ വരുന്നത്? ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും. ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആണ് ലഭ്യമാവുന്നത്. അപ്പോ ഇതില് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ടാണ് മാറുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഒരു മേജർ സബ്സ്ട്രേറ്റ് ആയിട്ട് ലിവറിലെ മേജർ സബ്സ്ട്രേറ്റ് ഫോർ ഗ്ലൂക്കോനിയോജെനിസിസ് എന്നാണ് ചോദിച്ചത്. ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസസ് ആണ്. കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ കൂടാതെ ഫോർ എക്സാമ്പിൾ അമിനോ ആസിഡ്സ് ആവാം, അതല്ലെങ്കിൽ മറ്റു പല ഇങ്ങനെയുള്ള ട്രൈഗ്ലിസറൈഡ്സ് പോലെയുള്ള അല്ലെ ഫാറ്റിന്റെ ഒക്കെ ബ്രേക്ക് ഡൗണിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും കമ്പണന്റ് ആയിരിക്കാം. അതിൽ നിന്നൊക്കെ എന്തുണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത്?
നമ്മുടെ ഗ്ലൂക്കോസിന്റെ സിന്തസിസ് നടത്തുക അല്ലെ, ഗ്ലൂക്കോസിന്റെ സിന്തസിസ് നടക്കുന്ന ആ ഒരു പ്രോസസ്, അതാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് പ്രിക്കേഴ്സർ ആണ് ഇങ്ങനെ ട്രൈഗ്ലിസറൈഡ്സിന്റെ ബ്രേക്ക് ഡൗൺ കൊണ്ട് അതൊരു പ്രിക്കേഴ്സർ ആയിട്ട് ഫോർ ഗ്ലൂക്കോനിയോജെനിസിസ് വരുന്നത് ഏത് ടിഷ്യൂലാ, ഏത് ഓർഗനിലാ, ലിവറിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഫാറ്റി ആസിഡ്സ് ആണോ, അല്ല. കീറ്റോൺ ബോഡീസ് ആണോ, അല്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെ ഇതൊന്നും. ദെൻ ല്യൂസിൻ ആണോ ഒരു അമിനോ ആസിഡ്? ല്യൂസിൻ എന്ന് പറയുന്നതും ലൈസിൻ എന്ന് പറയുന്നതും ഇതിൽ നിന്ന് ഈ 2 അമിനോ ആസിഡ്സിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഗ്ലിസറോൾ ആണ് എന്ത് ആൻസർ ആയി വരുന്നത്. ഫാറ്റിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ അവിടെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആയിട്ടല്ലേ വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗ്ലിസറോൾ എന്ന് പറയുന്നതാണ് എന്ത് ഇവിടെ ഒരു പ്രിക്കേഴ്സർ ആയിട്ട് ഫോർ ദി സിന്തസിസ് ഓഫ് glucose through process gluconeogenesis എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നോക്ക്, അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. അതിന്റെ ആൻസർ ഗ്ലിസറോൾ ആണ് കേട്ടോ വരിക. അപ്പൊ എക്സ്പ്ലനേഷൻ എന്താ വരുന്നത്? വെൻ ട്രൈഗ്ലിസറൈഡ്സ് ആർ ബ്രോക്കൺ ഡൗൺ ദേ yield 3 ഫാറ്റി ആസിഡ്സ് ആൻഡ് 1 molecule ഓഫ് ഗ്ലിസറോൾ അല്ലെ. ട്രൈഗ്ലിസറൈഡ്സ് ബ്രോക്കൺ ചെയ്താൽ ട്രൈഗ്ലിസറൈഡ്സ്, ട്രൈ എന്നാണ് പറയുന്നത്, ഗ്ലിസറൈഡ്സ് എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് 3 ഫാറ്റി ആസിഡും അതേപോലെ തന്നെ 1 molecule ഓഫ് ഗ്ലിസറോളുമാണ് 1 molecule ഓഫ് ഗ്ലിസറോളുമാണ് ലഭ്യമാവുന്നത്. ഈ ഗ്ലിസറോൾ ആണ് പിന്നീട് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഒക്കെ ആയിട്ട് നമ്മുടെ ഗ്ലൈക്കോളിറ്റിക് പാത്വേയിലൂടെ അല്ലെ റിവേഴ്സൽ നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫാറ്റി ആസിഡ്സ് cannot be converted to glucose but glycerol is easily converted to ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഓഫ് ഗ്ലൂക്കോനിയോജെനിസിസ് പാത്വേയിൽ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഇതിനെ ഈസി ആയിട്ട് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate, ദെൻ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate എന്ന് പറയുന്ന ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമായിട്ട് ഇന്റർ കൺവേർട്ടിബിൾ ആണ് എന്നൊക്കെ നിങ്ങൾ ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ് നമ്മുടെ ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത് കുറച്ച് റിയാക്ഷൻസ് ഒക്കെ റിവേഴ്സൽ ഓഫ് ഗ്ലൈക്കോളിസിസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പാത്വേയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്നു എന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ദ ഫസ്റ്റ് unique enzyme in gluconeogenesis that converts pyruvate to oxaloacetate in the mitochondrial matrix is. എന്താ പറഞ്ഞേ? The first unique enzyme in gluconeogenesis that convert pyruvate to oxaloacetate in the mitochondrial matrix. ഗ്ലൂക്കോനിയോജെനിസിസിൽ വരുന്ന ഒരു എൻസൈം ആണ്. അതിലെ ഫസ്റ്റത്തെ എന്താണ്? പൈറുവേറ്റിനെ ഓക്സാലോ അസറ്റേറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മള് പൈറുവേറ്റ് എന്ന് പറയുന്നത് എവിടെയാ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോസിന്റെ ആ ഒരു ഓക്സിഡേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൈറുവേറ്റ് സൈറ്റോസോളിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ പൈറുവേറ്റിനെ ഇവിടെ വെച്ച് സൈറ്റോസോളിൽ തന്നെ വെച്ച് അതിനെ കൺവേർട്ട് ചെയ്യില്ല. പൈറുവേറ്റിനെ ട്രാൻസ്പോർട്ടഡ് ടു മൈറ്റോകോൺട്രിയ. പൈറുവേറ്റ് സൈറ്റോസോളിൽ പ്രസന്റ് ആണെങ്കിൽ ഈ പൈറുവേറ്റിനെ മൈറ്റോകോൺട്രിയയിലേക്ക്, പൈറുവേറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ പൈറുവേറ്റിനെ എന്തു ചെയ്യുന്നു? മൈറ്റോകോൺട്രിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അതിനുശേഷമാണ് ഇതിനെ ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പൈറുവേറ്റ് ആദ്യം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത്, ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാ ചോദിച്ചത്. അത് പൈറുവേറ്റിന്റെ മേലെയാണ് ആക്ഷൻ എന്നുള്ളത് കൊണ്ട് ഏതായിരിക്കാം എൻസൈം? ആ ഒരു വേർഡിൽ തന്നെയുണ്ട് അല്ലെ, ആ ഒരു പൈറുവേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ മേലെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എൻസൈം എന്താ നോക്കിക്കേ? പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. കാരണം ഇതിലെ കാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബൈകാർബണേറ്റ് അല്ലെ, അവിടെ എന്താണ് ആഡ് ചെയ്യുക? കാർബൺ ആഡ് ചെയ്യാണ്. ഇതൊരു 3 കാർബൺ കോമ്പൗണ്ടും ഓക്സാലോ അസറ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിട്ടാ മാറിയ? പൈറുവേറ്റ് ഓക്സാലോ അസറ്റേറ്റ് ആയി മാറുമ്പോൾ ഇതൊരു 3 കാർബൺ കോമ്പൗണ്ടും ഇതൊരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓൾറെഡി നമുക്ക് ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ് ഒരു കാർബണും കൂടെ എക്സസ് വന്നിട്ടുണ്ട് എന്നല്ലേ. ഒരു എക്സസ് കാർബൺ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? ത്രൂ ദ അഡീഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വന്നാൽ പോരെ? അവിടെ എന്ത് സംഭവിച്ചു? 4 കാർബൺ കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്തു അല്ലെ. അതിന് ഹെൽപ്പ് ചെയ്തത് ഏതാണ്? പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ക്ലിയർ ആണോ? അതാണ് അവിടെ ആ ഒരു എൻസൈമിന്റെ കാര്യം ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിനെ നോക്കിക്കേ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഓഫ് ദി 3 ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് ദാറ്റ് ഗ്ലൂക്കോനിയോജെനിസിസ് മസ്റ്റ് ബൈപാസ് അല്ലെ. ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത് നമ്മൾ പറയാറുള്ളത് സാധാരണ റിവേഴ്സൽ ഓഫ് ഗ്ലൈക്കോളിറ്റിക് പാത്വേ എന്നൊക്കെ പറയാം.
പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ പർട്ടിക്കുലർ സെറ്റ് ഓഫ് എൻസൈംസ് ആണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് ഫോർ ദോസ് ബൈപാസിംഗ് ദോസ് ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു എൻസൈം എന്ന് പറയുന്നത് എന്താണ്? The enzyme pyruvate carboxylase requires ATP and biotin to convert pyruvate into oxaloacetate. പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിന് തന്നെ കുറച്ച് ആവശ്യങ്ങളാണ്. എന്തൊക്കെയാ വേണ്ട? ATP വേണം, ബയോട്ടിൻ എന്ന് പറയുന്ന അല്ലെ, ബയോട്ടിൻ അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ ബയോട്ടിനും വേണം, ATPയും വേണം. ഇത് രണ്ടും കൂടെ പ്രസന്റ് ആണെങ്കിലേ പൈറുവേറ്റ് കാർബോക്സിലേസ് ആക്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ് പൈറുവേറ്റിനെ ഓക്സാലോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോസോളിലല്ല, പ്രത്യേകിച്ച് അത് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണ്. കാരണം പൈറുവേറ്റിനെ കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു എൻസൈം അവിടെ പ്രസന്റ് അല്ല. പൈറുവേറ്റ് കാർബോക്സിലേസ് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സ്വാഭാവികമായിട്ടും പൈറുവേറ്റിനെ സൈറ്റോസോളിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് മൈറ്റോകോൺട്രിയയിലേക്ക്. ഓക്കെ, അങ്ങനെയാണ് പൈറുവേറ്റിനെ ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 10th ക്വസ്റ്റ്യൻ. What is the primary physiological importance of gluconeogenesis during extended fasting or starvation? ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡ്യൂറിങ് എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗ് ഓർ സ്റ്റാർവേഷൻ, നമ്മൾ വളരെയധികം ഇപ്പോൾ ഫുഡ് കഴിക്കാത്തൊരു സമയം, ഉപവാസമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ ഒക്കെ ഉള്ള ഒരു സമയമാണ്. നമുക്ക് വേണ്ടത്ര ഗ്ലൂക്കോസ് ഒന്നും നമ്മുടെ ബോഡിയിൽ ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ ഗ്ലൂക്കോനിയോജെനിസിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. To utilize stored fat as the main energy source for all tissues. ആണോ? എല്ലാ ടിഷ്യൂസിനും ഇവിടെ ഫാറ്റ് ആണ് മെയിൻ എനർജി സോഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണോ? അല്ല അല്ലേ. അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയാനായിട്ട് സാധിക്കില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഗ്ലൂക്കോസിനെ കൊടുക്കുക എന്നുള്ളതാണ്. ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ മറ്റ് സബ്സ്ട്രേറ്റുകൾ, പ്രിക്കേഴ്സേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, എന്താണ് കൃത്യമായിട്ട് പറഞ്ഞാൽ നോൺ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസിനെ പെട്ടെന്ന് അവൈലബിൾ ആക്കുക എന്നുള്ള പ്രോസസ്സാണ് നടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇത് പറയാൻ പറ്റില്ല, ഫാറ്റ് അല്ല. ടു കൺവേർട്ട് പൈറുവേറ്റ് ഡയറക്ട്ലി ഇൻ ടു ATP വയ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ആണോ? ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുക പൈറുവേറ്റിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ. അതാണോ ഗ്ലൂക്കോനിയോജെനിസിസ്? അല്ല, ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ ആണ്. എന്നിട്ട് ഗ്ലൂക്കോസിനെ അവൈലബിൾ ആക്കുക, റെഡിലി അവൈലബിൾ ആക്കുക. അതാണ് അടുത്ത ഇത് നോക്ക്. ടു സപ്ലൈ സഫിഷ്യന്റ് ഗ്ലൂക്കോസ് ടു ദ ബ്രെയിൻ ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. അല്ലേ, ഇവിടെ നോക്ക്, ബ്രെയിനും റെഡ് ബ്ലഡ് സെൽസും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്ന ഈ ഒരു ഇതിലൂടെയാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് അവൈലബിൾ ആക്കുക എല്ലാ സമയം സർവ്വസമയം ആവശ്യമായിട്ടുള്ള ടിഷ്യൂസ് ആണ് എന്ത്? ബ്രെയിൻ എന്ന് പറയുന്നതും ബ്ലഡ് സെൽസ് ഒക്കെ അല്ലെ. അത്തരത്തിൽ ആവശ്യമായിട്ടുള്ളതാണ്. ഗ്ലൂക്കോസ് വളരെയധികം ആവശ്യമായിട്ടുള്ള നീഡ് വളരെ അധികമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്ന പാത്വേ. ബൈ ചാൻസ് സ്റ്റാർവ്ഡ് ആണെങ്കിൽ, ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഗ്ലൂക്കോസ് അവിടെ അവൈലബിൾ അല്ല. അപ്പൊ നോൺ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസസിനെ യൂസ് ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസ് അവൈലബിൾ ആക്കുക. എന്തിന്? ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ടിഷ്യൂസിന്, ബ്രെയിന്, അതേപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ്, ഇതൊക്കെ എപ്പോഴും ഗ്ലൂക്കോസ് ആവശ്യമായിട്ടുള്ള ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ്. അതുകൊണ്ട് ഇവിടേക്ക് ആവശ്യം ഉള്ളിടത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ ഗ്ലൂക്കോനിയോജെനിസിസിലൂടെ സാധ്യമാക്കുന്നത്. അതല്ലേ ടു റിമൂവ് എക്സസ് ഫാറ്റി ആസിഡ്സ് ഫ്രം ദ ബ്ലഡ് സ്ട്രീം. ആണോ? ഇതല്ല അല്ലെ. ഗ്ലൂക്കോനിയോജെനിസിസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതല്ലേ വരിക. അപ്പൊ ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ടു സപ്ലൈ സഫിഷ്യന്റ് ഗ്ലൂക്കോസ് ടു ദ ബ്രെയിൻ ആൻഡ് റെഡ് ബ്ലഡ് സെൽസ് അല്ലെ, വെനെവർ ദ ബോഡി നീഡ്സ് അല്ലെ. അത് എപ്പോഴാണ്? ഫാസ്റ്റിംഗിന്റെ ടൈമില്, സ്റ്റാർവേഷന്റെ ടൈമില്. ദർ ഇസ് നോ അതർ സോഴ്സ് ഫോർ ഗ്ലൂക്കോസ് അല്ലെ. അങ്ങനെയുള്ള ഒരു സമയത്ത് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പെട്ടെന്ന് ഗ്ലൂക്കോസിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ റിവിഷൻ സീരീസിലൊക്കെ നല്ലപോലെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സെഷനിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.